السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد. പ്രിയമുള്ള വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ പാലിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് എല്ലാ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാഫാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം സൂറത്തുൽ ഫുർഖാനിലെ 22 ആയത്ത് വരെയാണ് അൽഹംദുലില്ലാ പൂർത്തിയാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ 23-ാമത്തെ ആയത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സത്യനിഷേധികളായ ആളുകൾ അവർ പറയുന്ന ഒരു വാദമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായി തന്നെ തിരിച്ചറിഞ്ഞത്. മലക്കിനെ ഇറക്കിയിരുന്നുവെങ്കിൽ, റബ്ബിനെ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടിരുന്നുവെങ്കിൽ, അങ്ങനെ മുഹമ്മദ് റസൂലായി എന്നത്, മുഹമ്മദ് ഒരു പ്രവാചകനായി എന്നുള്ളത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ ദരിദ്രനായ, ഒന്നുമില്ലാത്ത, ഒരു സ്ഥാനം പോലും നാട്ടിലില്ലാത്ത പാവപ്പെട്ടവനായ മുഹമ്മദിനാണല്ലോ ഈ ഖുർആൻ ഇറങ്ങിയത്, അള്ളാഹുവിൻ്റെ കലാം ഇറങ്ങിയത്. മക്കത്ത് എത്ര പണക്കാരുണ്ട്, സ്ഥാനമുള്ള ആളുകളുണ്ട്, അവർക്കെന്തുകൊണ്ട് ഇറങ്ങാത്തത് എന്ന് കിബിർ കാണിച്ചുകൊണ്ടാണ്, അഹങ്കാരത്തോടു കൂടിയാണ് അവർ ധിക്കാരികളായി മാറിയത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി സഹോദരങ്ങളെ, മറ്റൊരു വിഷയമാണ് സത്യനിഷേധികളായ ആളുകൾ നാളെ പരലോകത്ത് അവർ ഈ ദുനിയാവിൽ ചെയ്ത അമലിൻ്റെ അവസ്ഥ ഏത് രൂപത്തിലാണ് എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓത്ത് കേട്ട് ചെറുതായ രൂപത്തിൽ വിശദീകരിക്കാം. وَقَدِمْنَا إِلَى مَا عَمِلُوا مِنْ عَمَلٍ فَجَعَلْنَاهُ هَبَاءً مَنْثُورًا. വഖദിംനാ, നാം ചെല്ലുന്നതാണ്, ഇലാ മാ അമിലു, സത്യനിഷേധികളായ ആളുകളുടെ പ്രവർത്തനത്തിലേക്ക്, മിൻ അമലിൻ, അവർ അമലായിട്ട് കർമ്മമായിട്ട് ചെയ്ത പ്രവർത്തനത്തിലേക്ക് നാം ചെല്ലുന്നതാണ്. ഫജഅൽനാഹു, അപ്പോൾ തന്നെ അവരുടെ പ്രവർത്തനത്തെ ആക്കുകയും ചെയ്യും. ഹബാഅം മൻസൂറാ, കാറ്റിൽ പറക്കുന്ന പൊടിപടലങ്ങൾ പോലെ, ധൂളികളെപ്പോലെ അവരുടെ പ്രവർത്തനത്തെ ആക്കി തീർക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഈ ദുനിയാവിൽ സത്യനിഷേധികളായ ആളുകൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ചാരിറ്റി, അതേ രൂപത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ ഈ ദുനിയാവിൽ സത്യനിഷേധികളായ ആളുകൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ അവർ മരണപ്പെട്ട് നാളെ പരലോകത്തെത്തുമ്പോൾ ഇതൊന്നും അവർക്ക് കാണാൻ കഴിയില്ല. അല്ലാഹു അത് ഹബാഅൻ മൻസൂറാ, പൊടിപടലങ്ങൾ പോലെ, കാറ്റിൽ പറക്കുന്ന ധൂളുകൾ പോലെ പറപ്പിച്ചു കളയുമെന്നുള്ളതാണ്. കാരണം എന്താണ്? അവർ ദുനിയാവിൽ സഹായിച്ചു, പ്രവർത്തനങ്ങൾ ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷെ നാളെ ഒരു പരലോകമുണ്ട്, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുണ്ട്, അന്ന് ചെയ്തതിന് പ്രതിഫലം ലഭിക്കും എന്ന നീയത്തോടു കൂടിയല്ല അവർ ചെയ്തത്. അവർ ഈ ദുനിയാവിൽ ചില ലാഭങ്ങൾക്ക് വേണ്ടിയാണ്, ചില നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്, ചില പദവികൾക്ക് വേണ്ടിയാണ്. അള്ളാഹു ഒരിക്കലും അനീതി കാണിക്കുകയില്ല എന്നുള്ളതാണ്. മറ്റൊരു ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, സൂറത്തുൽ ഇബ്രാഹിമിലെ 18-ാമത്തെ ആയത്ത്, മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം അഅമാലുഹും
അതായത് അള്ളാഹുവിനെ, റബ്ബിനെ ധിക്കരിക്കുന്ന, നിഷേധിക്കുന്ന സത്യനിഷേധികളായ ആളുകളുടെ അമലിൻ്റെ, പ്രവർത്തനത്തിൻ്റെ അവസ്ഥ, ഉപമയെന്ന് പറയുന്നത് കറമാത്, അതായത് എന്തു പറയാ, വെണ്ണൂറ് പോലെയാണ്. വെണ്ണൂറില്ലേ, അതുപോലെയാണ് അതിൻ്റെ അവസ്ഥ അല്ലേ. വെണ്ണൂറ് കാറ്റത്ത് നിൽക്കുമോ? ഇല്ല, പറന്നു പോകും. അതേ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അവരുടെ അമലിനാക്കി തീർക്കുമെന്ന് വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അള്ളാഹു ഒരിക്കലും ഈ വിഷയത്തിൽ അനീതി കാണിക്കുകയില്ല എന്നുള്ളതാണ്. അവർ എന്ത് നിയത്തിനാണോ ചെയ്തത്, ദുനിയാവിൻ്റെ പദവി അല്ലേ, ദുനിയാവിൻ്റെ നേട്ടം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ തന്നെ അവർക്ക് കൊടുക്കും. അതിൽ യാതൊരു സംശയവുമില്ല എന്ന് നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഒരുപാട് ആളുകൾ, സത്യനിഷേധികളായ ആളുകൾ തന്നെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അല്ലെ, ഈ ദുനിയാവിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മരുന്നുകൾ അല്ലെ, രോഗം വന്നാൽ അതിനുള്ള മരുന്നുകളുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ മുസ്ലിമീങ്ങൾ മാത്രം ചെയ്തതല്ല. അതിൽ ആരുണ്ട്? കാഫിര്യങ്ങളായ സത്യനിഷേധികളുണ്ട്. ഇതൊക്കെ വലിയ പ്രവർത്തനാണ്. അതിനുള്ള സ്ഥാനം അല്ലാഹു ഈ ദുനിയാവിൽ കൊടുക്കും, പദവി കൊടുക്കും. പക്ഷേ യഥാർത്ഥ ലോകമായ പരലോകത്ത് ഹബ മൻസൂറ, അവർ ഈ നന്മ ചെയ്ത എല്ലാ നന്മയും അത് കാറ്റത്ത് പറപ്പിച്ച് കളയുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. അതേ രൂപത്തിൽ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസികളായ ആളുകളുടെ ഭാഗത്ത് വരികയാണെങ്കിൽ, നമ്മളും ഏത് അമൽ ചെയ്യുമ്പോഴും, അത് നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളാകട്ടെ, ചാരിറ്റി ആകട്ടെ, എന്തു ആകട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? ഇഖ്ലാസോടുകൂടിയാണ് പ്രവർത്തനം ചെയ്യേണ്ടത്. റബ്ബിന് വേണ്ടി, എൻ്റെ റബ്ബ് അറിയാൻ, എനിക്ക് പ്രതിഫലം ലഭിക്കണം എന്ന ഇഖ്ലാസ് എന്നതിലൂടെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത്. അല്ലാതെ ദുനിയാവിൽ ആളുകൾ കാണണം, റിയാ എന്ന രൂപത്തിൽ, ചെറിയ ഷിർക്കാണ്, ഷിർക്കുൽ അസ്ഗറാണ്. അതായത് ആളുകൾ എൻ്റെ അമൽ നോക്കി വലിയ പ്രശസ്തി നൽകണം, ഈ ദുനിയാവിൽ ഒരുപാട് പദവി നൽകണം എന്ന നീയത്തോടു കൂടിയല്ല നമ്മൾ അമലുകൾ ചെയ്യേണ്ടത്. അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോടുകൂടിയായിരിക്കണം. പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഇതേ രൂപത്തിലായിരിക്കും. വല്ലാഹി നമ്മുടെ അവസ്ഥ ഇതേ രൂപത്തിലായിരിക്കും. നമുക്കറിയാം, നാളെ പരലോകത്ത് 3 ആളുകൾ കടന്നു വരും. ഒന്നാമത്തെ വ്യക്തി ഷഹീദായ വ്യക്തിയാണ്. അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ വ്യക്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഈ ദുനിയാവിൽ ഒരുപാട് നിഅമത്തുകൾ നൽകിയില്ലേ, ആ നിഅമത്ത് ഉപയോഗിച്ച് നീ എന്ത് ചെയ്തു? അപ്പോൾ ആ വ്യക്തി പറയും, അല്ലാഹുവേ, എൻ്റെ ശരീരം കൊണ്ട് നിന്റെ മാർഗത്തിൽ ഞാൻ ഷഹീദായി, രക്തസാക്ഷിയായി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന മറുപടി, കദബ്ത, നീ കളവാണ് പറയുന്നത്, നീ കള്ളമാണ് പറയുന്നത്. നീ ആളുകൾ ഞാനൊരു ധീരനാകണം, ഞാനൊരു വലിയൊരു ധീരനാണ്, പോരാളിയാണ് എന്ന് അറിയാൻ വേണ്ടിയാണ്, ഒന്ന് പറയാൻ വേണ്ടിയാണ് നീ യുദ്ധം ചെയ്തത്, നിന്റെ നീയത്ത് വേറെയാണ് എന്ന് പറഞ്ഞ് ആ ഒരു നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നുള്ളതാണ്. രണ്ടാമത്തെ വ്യക്തി ആലിമാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കട്ടെ. ആലിമായ വ്യക്തിയാണ്. അള്ളാഹു ഇതേ രൂപത്തിൽ ചോദിക്കും. ആ വ്യക്തി പറയും, ഞാൻ ഇൽമു പഠിച്ച് അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. റബ്ബ് പറയാണ്, കദബ്ത, നീ കളവാണ് പറയുന്നത്. നീ ഇൽമു പഠിച്ചു, ഞാൻ വലിയ ആലിമാണ് എന്ന് പറയാൻ, ജനങ്ങൾ വലിയ ആലിമാണെന്ന് പറയണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നീ ഇൽമു പഠിച്ചതും അത് പഠിപ്പിച്ചതും. നിന്റെ നീയത്ത് വേറെയാണ്, എനിക്ക് വേണ്ടിയല്ല. അങ്ങനെ അദ്ദേഹത്തെയും നരകത്തിലേക്ക് വരും. മൂന്നാമത്തത് സമ്പത്ത് കൊണ്ട് ദാനം ചെയ്ത വ്യക്തിയാണ്, സ്വതക്കകൾ വർദ്ധിപ്പിച്ച വ്യക്തിയാണ്.
ഇതേ രൂപത്തിൽ അള്ളാഹു ചോദിക്കുമ്പോൾ ആ വ്യക്തി പറയും, അള്ളാഹുവേ, എൻ്റെ സമ്പത്ത് മുഴുവനും നിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. അള്ളാഹു പറയണില്ല, കെദബ്ത, നീ കളവാണ് പറയുന്നത്, നീ ആളുകൾ ഞാൻ വലിയ ധാനിയാണെന്ന് പറയാൻ വേണ്ടിയാണ്, ആ നിയത്തോടു കൂടിയാണ് സ്വതക്ക ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തെ നരകത്തിലേക്ക് വലിച്ചെറിയും. സുബ്ഹാനല്ലാഹ്, മനസ്സിലാക്കണം, ചിന്തിക്കണം. അതുകൊണ്ട് നമ്മൾ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും സഹോദരങ്ങളെ, ആ പ്രവർത്തനം റബ്ബിന് വേണ്ടിയായിരിക്കണം, ഇഖ്ലാസോടുകൂടി ആയിരിക്കണം. ഇല്ലായെങ്കിൽ വല്ലാഹി സത്യം, നമ്മുടെ അമൽ നാളെ പരലോകത്ത് ഹബ മൻസൂറ, പൊടിപ്പടലങ്ങൾ പോലെ അല്ലാഹു പറപ്പിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയും. അതേ രൂപത്തിൽ മറ്റൊരു സംഭവം നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അതായത് ഈ ദുനിയാവിൽ ഒരുപാട് അമലുകൾ ചെയ്ത വ്യക്തികൾ, കൂമ്പാരക്കണക്കിന്, വെളുത്ത തിഹാമ പർവ്വത കണക്കിന് അമല് ചെയ്ത ചില ആളുകൾ പരലോകത്തെത്തും. ആ എത്തിയ സാഹചര്യത്തിൽ അള്ളാഹു അവരുടെ അമലുകൾ എന്ത് ചെയ്യും? ഹബ മൻസൂറ, ഇതേ രൂപത്തിൽ പൊടിപ്പടലങ്ങളാക്കി തീർക്കും, പറപ്പിച്ചു കളയും. അമലുകളൊക്കെ ബാത്തിലാവും. കാരണം എന്താണ് അവർ ചെയ്ത തെറ്റ്? ഇതേ ചോദ്യം ഒരു സ്വഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുന്ന മറുപടിയാണ്, രഹസ്യ ജീവിതത്തിൽ ആരുമില്ല എന്ന് തോന്നുമ്പോൾ ഹറാമുകൾ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ആളുകളുടെ മുമ്പിൽ വലിയ മുത്തഖിയായിരിക്കും, വലിയ സ്വാലിഹായിരിക്കും, 5 വക്ത് പള്ളിയിലുണ്ടാകും, കൃത്യമായി തന്നെ ആളുകളുടെ മുമ്പിൽ സ്വാലിഹായി അഭിനയിക്കും. പക്ഷെ ഒറ്റക്കായാലോ, ആരുമില്ല എന്ന് തോന്നുമ്പോഴോ അവൻ അള്ളാഹു ഹറാമാക്കിയ മുഹറമാത്തുകൾ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരും. ഇങ്ങനെയുള്ള ആളുകളുടെ അമലുകൾ, അവരെത്ര അമലുകൾ ചെയ്താലും നാളെ പരലോകത്ത് ഹബ മൻസൂറ, അള്ളാഹു ധൂളികളെപ്പോലെ പറപ്പിച്ചു കളയുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആയത്തിൽ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് നമ്മൾ ഖിലാസോടുകൂടി ജീവിക്കാനാണ് പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.